1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം പൗലോസ് പറയുക, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. വിശ്വാസത്തിൽ വന്നവരോട് ഞാൻ പറയുക, വിശ്വാസത്തിൽ വന്നാ പോരാ, വിശ്വാസത്തിൽ നിലനിൽക്കണം. 30 ഞാനിപ്പോ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയിട്ട് 30 വർഷമായി. ഈ 30 വർഷത്തെ ഹിസ്റ്ററി ഞാൻ പുറകോട്ട് നോക്കിയാൽ വിശ്വാസത്തിൽ ഞാൻ എന്തുമാത്രമായെന്ന് എനിക്ക് മാത്രമേ, ഒരു പ്രവാചകനും അന്ന് പ്രവചിക്കത്തില്ല നിന്റെ നന്മ മുടങ്ങിയത് നിന്റെ വിശ്വാസക്കുറവ് കൊണ്ടാണ്. പക്ഷെ എല്ലാവരും പ്രവചിക്കും ബന്ധനം വീണ. ഞാൻ പറയാം, നിന്റെ സർവ്വ അനുഗ്രഹവും തടയപ്പെട്ടത് നിന്റെ വിശ്വാസക്കുറവാണ്. യോഗം കേൾക്കുന്ന 15 മിനിറ്റ് ചാർജാണ്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് പുകയുവാ, നീറുവാ, ബ്രദറേ, ഓർക്കുമ്പോൾ ചങ്കുവേദനയാണ്. അതെന്താ? വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഒരു പ്രശ്നവും നിന്നോട് അടുക്കത്തില്ല. നിന്നിൽ വ്യാപരിക്കേണ്ടത് യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ്. ഒരു നല്ല ഹല്ലേലൂയ. എന്താണ്? യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വിശ്വാസം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നിന്റെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാൻ പോവുക. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരാകുവീൻ. ആ വാക്യം മൊത്തം ഒന്ന് വായിച്ച് കേൾപ്പിച്ചത് നല്ലത്. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ. ആരോട്? മുകളിലുണ്ട് നിന്റെ പ്രതിയോഗിയായ പിശാച്, അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് കരുതി ചുറ്റി നടക്കുമ്പോൾ നിന്നോട് ദൈവം പറയാ, വിശ്വാസത്തിൽ സ്ഥിരത ഉള്ളവനായി അവനോട് എതിർത്തു നിൽക്കണം. നിന്നെ വർഷങ്ങൾ കൊണ്ട് പേടിപ്പിക്കുന്ന ദുഷ്ടശക്തികൾക്കറിയണം, ഇനി അവൻ പേടിക്കത്തില്ല. അതിന്റെ കാരണം എന്താ? അവൻ വിശ്വാസത്തിൽ സ്ഥിരത